വി.കെ. മിനിമോളോ ദീപ്തി മേരി വർഗീസോ ആരാകും കൊച്ചിയുടെ അടുത്ത മേയർ? അതോ പഴയ വാക്ക് പാലിക്കാൻ ഷൈനി മാത്യുവിന് കോൺഗ്രസ് ഒരവസരം നൽകുമോ? തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇന്നലെ രാത്രി DCCയിൽ കൗൺസിലർമാരെ ഓരോരുത്തരെയും വിളിപ്പിച്ച് 3 അംഗ നിരീക്ഷകർ അവരുടെ മനസ്സറിഞ്ഞു. എല്ലാവർക്കും പറയാനുള്ളത് കേട്ടെങ്കിലും തീരുമാനം പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം നോക്കിയായിരിക്കില്ല. KPCC നേതൃത്വമാകും മേയറുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഒന്നിൽ കൂടുതൽ പേരുകൾ ശക്തമായി ഉള്ളതിനാൽ 2.5 വർഷം വീതം ടേം വ്യവസ്ഥ വരാനാണ് സാധ്യത. എന്നാൽ ഇതിൽ ആരാധ്യമെന്നത് വലിയ കീറാമുട്ടിയാകും. മുൻപ് UDFന് ഭരണം കിട്ടിയപ്പോൾ സൗമിനി ജെയിൻ മേയർ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായില്ല. വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും DCC നേതൃത്വത്തിന്റെ ആവശ്യം നടപ്പായില്ല. ഷൈനി മാത്യുവിന് ഉറപ്പുകൊടുത്ത അവസരം നൽകാൻ നേതാക്കന്മാർക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ 2.5 വർഷം വീതമെന്ന വ്യവസ്ഥ അംഗീകരിച്ചാൽ പോലും ആദ്യ അവസരത്തിൽ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനിടയില്ല. മേയർ സ്ഥാനം വി.കെ. മിനിമോൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ദീപ്തി മേരി വർഗീസിന് മാത്രമായിരിക്കില്ല അത് KC വേണുഗോപാൽ പക്ഷത്തിന് തന്നെ വലിയ തിരിച്ചടിയാകും. പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ ഉറപ്പായാൽ വി.കെ. മിനിമോൾ ദീപ്തി മേരി വർഗീസിനെ മറികടന്ന് മേയറാകാനാണ് കൂടുതൽ സാധ്യത. 22 കൗൺസിലർമാരുടെ പിന്തുണയാണ് ഷൈനി മാത്യുവിന് വേണ്ടി വാദിക്കുന്ന പഴയ എ ഗ്രൂപ്പ് അവകാശപ്പെടുന്നത്. മിന്നുന്ന വിജയം എപ്പോഴത്തെയും പോലെ തന്നെ കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.